നിങ്ങളുടെ സങ്കടം എനിക്ക് മനസ്സിലാവും മണിയമ്മേ. പക്ഷേങ്കിൽ ഈ കാര്യത്തിൽ എനിക്ക് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. മണിയമ്മ ഇങ്ങോട്ട് ഇരിക്കേ. വേണ്ട അമ്മാമ്മേ, ഞാനിവിടെ നിന്നോളാം. ഹാ, അതെന്നാത്തിനാ? ഇങ്ങോട്ട് ഇരിക്കും മണിയമ്മേ. അപ്പൊ എന്നതാ പറഞ്ഞു വന്ന്? ജിഷമുള്ള കാര്യല്ലയോ? ആ, അവളെ ഇവിടുന്ന് എങ്ങും വിടരുതെന്ന് കരുതിയിട്ടാവില്ലേ ജേഡി നാദരമോളും വന്ന് നിർബന്ധിച്ചെന്നെ ഇങ്ങോട്ട് അയച്ചത്. അല്ലെങ്കിൽ അവര് പോകുമ്പോ ജിഷയെ നിങ്ങളെ ഏൽപ്പിക്കത്തില്ലയോ? അത് ചിലപ്പോ അവിടം വരെ വരണ്ടേന്ന് കരുതിയിട്ടാവണം. എന്നതായാലും എന്റെ ഉത്തരവാദിത്തം ഞാൻ നോക്കണ്ടായോ മണിയമ്മേ? അല്ല, നിങ്ങൾക്കിപ്പം അവളെ വീട്ടിൽ കൊണ്ടുപോകണമെന്ന് എന്നാ ഇപ്പത്ര നിർബന്ധം? മണിയമ്മയ്ക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ താമസിക്കാമല്ലോ. അതല്ല അമ്മാമ്മേ, മോൾക്ക് വീട്ടിലേക്കൊന്ന് വരണമെന്നുണ്ട്. പിന്നെ അവള് വെക്കേഷന് വരുമെന്ന് കരുതി അവളുടെ ആന്റിയും ചില കൂട്ടുകാരും ഒക്കെ കാത്തിരിക്കുക. ഓ, അതിനിപ്പോ ജേഡി സമ്മതിച്ചല്ലേ പറ്റത്തുള്ളൂ. ഞാനൊരു കാര്യം ഏറ്റെടുത്ത ജീവൻ പോവെന്ന് പറഞ്ഞാലും എനിക്കതിന്ന് മാറാൻ പറ്റത്തില്ല എൻ്റെ മണിയമ്മേ. അതെൻ്റെ ഒരു സ്വഭാവമാ. വിഷമൊന്നും തോന്നരുത്. ഏയ്, അതൊരിക്കലും ഇല്ല അമ്മാമ്മേ. എന്റെ മോളെ അമ്മാമ്മ ഇത്ര ഉറപ്പോടെ നോക്കുമ്പോ ഞാനതിന് സന്തോഷിക്കല്ലേ വേണ്ടത്? ആ, അങ്ങനെ ചിന്തിക്കേ. സ്റ്റഡി ലീവ് എന്ന് വെച്ചാ കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള സമയമാ, അല്ലാതെ കൂട്ടുകാരൊത്ത് കളിച്ച് രസിക്കാനുള്ള സമയമല്ല. എന്നാ ഞാനങ്ങോട്ട് ആകട്ടെ. എന്നോട് മുഷിവൊന്നുമില്ലല്ലോ. ഏയ്, ആ, എന്നാ ചെന്നാട്ടെ. മോള് വെറുതെ ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? ജയദേവൻ പ്രത്യേകം വിളിച്ചു പറഞ്ഞിട്ടാ അമ്മാമ്മ നിന്റെ കാര്യം നോക്കാൻ ഇവിടെ വന്നത്. അപ്പോ അവർക്ക് അവരുടെ ഉത്തരവാദിത്തം കാട്ടിയല്ലേ പറ്റൂ. പക്ഷെ എന്റെ കാര്യം അമ്മാമ്മ ഏൽപ്പിച്ചെന്നൊന്നും അച്ഛൻ ഇവിടുന്ന് പോയപ്പോ പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നത് എന്നെ ശ്രദ്ധിക്കാൻ ആന്റി ആയിരിക്കും അമ്മാമ്മ ഇവിടെ വരുത്തിയെന്നാ. അതെന്തിനാ നാദര അങ്ങനൊരു പണി ചെയ്യുന്നത്? അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് അമ്മയെ കണ്ട ശേഷം ആന്റിക്ക് എന്റെ കാര്യത്തിൽ എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. അവരിവിടെ ഇല്ലാത്ത സമയത്ത് എന്റെ നീക്കങ്ങൾ ശ്രദ്ധിച്ചാ അത് മനസ്സിലാക്കാനാവുമെന്ന് കരുതിയിട്ടുണ്ടാവും. എങ്കിൽ സൂക്ഷിക്കണം മോളെ, ഈ ചുവരിന് ചുറ്റും കാതുകളുണ്ടാവും. എനിക്കിപ്പോ അത്ര വലിയ പേടിയൊന്നുമില്ല. എന്നായാലും എല്ലാ സത്യങ്ങളും എന്തെങ്കിലും ഒരിക്കൽ തെളിയണം. അതിനൊരു കാരണം വേണ്ടേ? അത് നമ്മളായിട്ടുണ്ടാക്കരുത് മോളെ, ദൈവമായിട്ടുണ്ടാക്കണം. എന്നാലേ വിധി നമുക്ക് അനുകൂലമാവൂ. അങ്ങനെയൊന്നും ഇല്ല വല്യമ്മേ. എന്റെ അച്ഛനെ കിട്ടാൻ എനിക്ക് യോഗം ഉണ്ടെങ്കിൽ അതെങ്ങനെയും നടന്നിരിക്കും. അതിനുവേണ്ടി ഇതിനും അപ്പുറം ഒളിച്ചുകളിയൊന്നും എനിക്ക് വയ്യ. എനിക്ക് എന്റെ അമ്മയെ കാണണം. എന്നെ വിടില്ലാന്ന് അമ്മാമ്മയ്ക്ക് അത്ര വാശിയാണെങ്കിൽ എന്റെ അമ്മയെ ഞാൻ ഇങ്ങോട്ട് വരുത്തിക്കും. മോളെ, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? എന്താ, ഇവിടെ ആർക്കും അമ്മ അറിയില്ലല്ലോ. അച്ഛൻ തിരിച്ചു വരുന്നവരെ അമ്മ ഇവിടെ നിൽക്കട്ടെ. ഹോസ്പിറ്റലിൽ പറഞ്ഞ പോലെ വല്യമ്മയുടെ കൂട്ടുകാരിയെന്നോ ബന്ധത്തിൽപ്പെട്ടതെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാ മതി. ഇതൊക്കെ പറയാൻ എളുപ്പാ മോളെ. ഗീത എന്നെ വന്ന് കണ്ടപ്പോ അവളോട് ഞാനും ഇതൊക്കെ തന്നെയാ പറഞ്ഞു. ജയദേവൻ സ്ഥലത്തില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് രണ്ടാൾക്കും കൂടി മോളെ കാണാൻ പോയാലോ എന്ന്. എന്നിട്ട് അമ്മ എന്താ പറഞ്ഞേ? അവൾക്കതിന് പറ്റുമോ മോളെ? ലോകത്തൊരു പെണ്ണിനും സ്വന്തം ഭർത്താവിന്റെ കൂടെ വേറൊരുത്തി ജീവിക്കുന്ന വീട്ടിലേക്ക് കേറാനൊക്കില്ല. അതിന് അവരിവിടെ ഇല്ലല്ലോ. അമ്മ വരുന്നത് അമ്മയുടെ മോളെ കാണാനല്ലേ? എനിക്ക് തോന്നുന്നില്ല അവള് വരുമെന്ന്. ഞാൻ ഇനി നിർബന്ധിക്കേയില്ല. ഗീതയെ വിളിച്ച് നീ തന്നെ ചോദിച്ചു നോക്ക്. വല്യമ്മ ചോദിച്ചപ്പോ എന്താ പറഞ്ഞേ? ഈ വീടിന്റെ പടി കയറില്ലാന്നോ? ആ, ഏതാണ്ട് അങ്ങനൊരു ഉറച്ച തീരുമാനം തന്നെയാ അവളുടെ മനസ്സിൽ. എന്നാ ഞാൻ പറഞ്ഞ എനിക്ക് വേണ്ടി അമ്മ ആ തീരുമാനം മാറ്റും. ഞാൻ വരുത്തും എന്റെ അമ്മ ഇവിടെ.
ഗീതേ, ഗീതേ, ഇവളിതെവിടെ പോയി? ഗീതേ, എന്താ ലേലേ, നിനക്കെന്തൊരു വെപ്രാളം പോലെ? ഒന്നുമില്ല. നിന്റെ ഫോണിന് എന്തു പറ്റി? വിളിച്ചിട്ട് കിട്ടുന്നില്ല. അങ്ങനെ പറ. ഇതിനകത്തൊരനക്കവും പിന്നെങ്ങനെ വിളിച്ചാ കിട്ടുക? ഇതൊക്കെ ഇടയ്ക്കൊന്ന് എടുത്തു നോക്കിക്കൂടെ ഗീതേ? അതൊക്കെ അവിടെ നിക്കട്ടെ. നീ എന്തിനാ ഇത്ര അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വിളിച്ചെന്ന് പറ. വിളിച്ചത് ഞാനല്ല, മണിയേട്ടത്തിയാ. മണിയെടുത്തിയോ? എന്റെ ഈശ്വര, മോൾക്കെന്തെങ്കിലും? ആ, മോള് പറഞ്ഞിട്ട് തന്നെയാ വിളിച്ചേ. അപ്പോ മോൾ ഏട്ടത്തിന്റെ അടുത്ത് വന്നിട്ടുണ്ടോ? മോൾ ഇങ്ങോട്ട് വന്നതല്ല, മണിയേട്ടത്തി അങ്ങോട്ട് പോയതാ. ജയദേവന്റെ വീട്ടിൽ നിന്ന് അവര് വിളിച്ചത്. ഇവിടെ എത്ര വിളിച്ചിട്ടും കിട്ടാതായപ്പോ എന്നെ വിളിക്കായിരുന്നു. എന്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണല്ലോ. എല്ലാം ഉണ്ട്, എന്നാ ഒന്നും ഉപയോഗത്തിലെത്തില്ല. അതൊക്കെ പോട്ടെ. മണിയെടുത്തി മോളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാ പറഞ്ഞേ? ഇത്തിരി വിശദമായിട്ട് പറയാനുള്ളതാ. അവിടുന്ന് ഓടി വന്നിട്ട് ഞാൻ തളർന്നു. ഒന്നിരിക്കണം. എന്നാ വാ, നമുക്ക് അങ്ങോട്ടിരിക്കാം. ഇല്ല, ആ വീട്ടിലേക്ക് ഞാൻ പോവില്ല. ഞാനത് മണിയെടുത്തിയോടും പറഞ്ഞതാണല്ലോ. അതവരെന്നോടും പറഞ്ഞു. പക്ഷേ മോള് നിർബന്ധിച്ച സ്ഥിതിക്ക്. ആര് നിർബന്ധിച്ചാലും മനസ്സിൽ നിന്ന് എന്നെ പടിയടിച്ച് പിണ്ടം വെച്ച ആ മനുഷ്യന്റെ വീട്ടിലേക്ക് ഞാൻ എങ്ങനെ പോവാ? ഗതികിട്ട പ്രേതമായിട്ടോ. അവിടെയുള്ള ആരെങ്കിലും എന്നെ തിരിച്ചറിഞ്ഞ അതിന്റെ ജയമോളുടെ ജീവിതത്തെ തന്നെയല്ലേ ബാധിക്കുക? അവൾക്കെന്താ അവിടെ ജീവിച്ച് മതിയായോ? അതല്ല ഗീതേ, ജയദേവനും ഭാര്യയും ഒരാഴ്ചയെങ്കിലും കഴിയാതെ തിരിച്ചെത്തില്ലെന്നാ പറയുന്നേ. അവിടെയാണെങ്കിൽ കാര്യസ്ഥൻ എൽദോയും നാദിരയുടെ പ്രായം ചെന്നൊരു അമ്മൂമ്മയും മാത്രമേ ഉള്ളൂ. അവർക്കാർക്കും നിന്നെ അറിയില്ലല്ലോ. ആ വീട്ടിൽ പുറത്തൊന്നും വേറെ ആരും വരാറുമില്ല. പിന്നെന്താ? ഒരു കുട്ടിയും നിന്നെ തിരിച്ചറിയില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടായിരിക്കില്ലേ മോള് നിന്നെ മണിയമ്മയെ കൊണ്ട് നിർബന്ധിച്ച് വിളിപ്പിച്ചത്? അത്രയ്ക്ക് നിർബന്ധമുണ്ടെങ്കിൽ അവൾക്ക് ഇങ്ങോട്ട് വന്നൂടെ? അതല്ലേ എല്ലാവർക്കും നല്ലത്. അത് നിന്നോട് ഇനി ഉള്ള കാര്യം പറയാലോ. മണിയമ്മ അവളെ ഇങ്ങോട്ട് കൂട്ടാൻ തന്നെയാ പോയത്. പക്ഷേ മോൾക്കൊരു പനി. അത് മാറിയിട്ടേ വിടൂന്ന് ആ അമ്മമ്മ. അപ്പൊ പിന്നെ എന്തു ചെയ്യും? ഇപ്പോഴത്തെ പനിയല്ലേ, ചിലപ്പോ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ നിൽക്കും. അപ്പോഴേക്കും ജയദേവനും ഭാര്യയും തിരിച്ചു വരികയും ചെയ്യും. മോളുടെ പരീക്ഷയും തുടങ്ങും. ഇതിപ്പോ മോളോട് ഇഷ്ടമുള്ളൊരു ആന്റി മോൾക്ക് പനിയാണെന്ന് അറിഞ്ഞു ചെന്ന് നോക്കുന്നു. അത്രയും കരുതിയാ മതി. എന്നാലും എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. മോൾക്ക് പനിയാണെന്നറിഞ്ഞിട്ട് ഒന്ന് കാണാതിരിക്കാൻ മനസ്സ് കേൾക്കുന്നതുമില്ല. നീ ഒന്ന് പോയിട്ട് വരുന്നത് നല്ലതെന്നാ എന്റെ അഭിപ്രായം. എന്നാ പോകാല്ലേ? അതാ നല്ലത്. എൽദോ, എനിക്കിവിടുത്തെ അടുക്കളയൊന്നും പരിചയമില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ ഞാനും സഹായിക്കാം. ഞങ്ങൾ 3 സ്ത്രീകൾ ഇവിടെ ഉള്ളപ്പോ ഒരു പുരുഷനെ കൊണ്ട് അടുക്കള ജോലി ചെയ്യിക്കുന്നത് ശരിയല്ലല്ലോ. ശരിയും തെറ്റൊന്നും എന്നെ ആരും പഠിപ്പിക്കണ്ട. ആണുങ്ങൾക്ക് എന്താ അടുക്കള ജോലി ചെയ്തുകൂടായോ? ആണുങ്ങൾ ചെയ്യുന്ന സകല ജോലിയും പെണ്ണുങ്ങൾ കയറി ചെയ്യുന്നുണ്ടല്ലോ. അപ്പം പിന്നെ പെണ്ണുങ്ങൾ അടുക്കളയിൽ കയറാനുള്ള അധികാരം ആണുങ്ങൾക്കും ഉണ്ട്. ചിരിക്കണ്ട. ജെഡി സാറിൻ്റെ ചേട്ടത്തി അമ്മയല്ലയോ? അവിടെ പോയാൽ ഇരുന്നോണ്ടാ മതി. ബാക്കി കാര്യമൊക്കെ ഞാൻ ഏറ്റു. ശരി ശരി, ഞാനങ്ങ് പോയേക്കാം. അപ്പോ പിന്നെ നിങ്ങളുടെ കൊച്ചിനെ കുറിച്ച് വന്ന ഉടനെ എന്നോട് ഏതാണ്ടൊക്കെ ചോദിച്ചില്ലയോ? അതെ, പക്ഷേ എൽദോയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടാത്ത പോലെയാ എനിക്ക് തോന്നിയത്. ഞാൻ അങ്ങനെ ആരെയും കയറി പെട്ടെന്ന് ഇഷ്ടപ്പെടത്തില്ല.
ഇപ്പോ നമ്മൾ തമ്മിൽ ഒരു വക പരിചയമായതുകൊണ്ട് പറയട്ടോ, പറ. ഈ പെങ്കൊച്ചുങ്ങൾ പുതുവെള്ളം കണ്ട മീനെ പോലെയാ. പഴയതൊന്നും ഓർക്കുകയില്ല. പുളിങ്കമ്പ് കണ്ടാ കയറി പിടിക്കും, കാതലുള്ള മരം കണ്ടാ കയറി അങ്ങ് പടരും. ഞാൻ ദുഷ്ടബുദ്ധിക്ക് പറയുന്നതല്ല കേട്ടോ. തൊട്ടാ പൊട്ടുന്ന പ്രായത്തിൽ പെങ്കൊച്ചുങ്ങൾ ഇരിക്കേണ്ടത് പെറ്റമ്മ എടുത്താ. നാദറ കുഞ്ഞിനെ നിങ്ങളുടെ കൊച്ചിന് ഒരു പേടിയില്ല. അല്ല, അത് വേറൊന്നും കൊണ്ടല്ല. അവർ തമ്മിൽ എന്തുകൊണ്ടും ചേച്ചിയുടെ അനിയത്തിലെ പ്രായ വ്യത്യാസമല്ലേ ഉള്ളൂ. കൈ വിട്ടു പോയിട്ട് കൈകാലിട്ടടിച്ചിട്ട് ഒരു കാര്യവുമില്ല കേട്ടോ. എന്റെ ഈശ്വര, എന്തൊക്കെയാ എഴുതോ ഈ പറയുന്നേ? എന്റെ മോള് എന്തെങ്കിലും കുഴപ്പം കാട്ടിയെന്നാണോ? ഏയ്, ഇതുവരെ പറയത്തക്ക കുഴപ്പമൊന്നുമില്ല. എങ്കിലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാന്നാ എൽദോ ഇപ്പൊ പറഞ്ഞതിന്റെ സൂചന. പേടിപ്പിച്ച് കളഞ്ഞല്ലോ എഴുതോ. നിങ്ങൾ കരുതും പോലെ എന്റെ മോളുടെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പം ഉണ്ടാവില്ല, അതെനിക്ക് ഉറപ്പാ. ഉവ്വ ഉവ്വ, അത് പിന്നെ അങ്ങനല്ലേ പറയത്തുള്ളൂ. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞാന്നല്ലോ. ദാലയിലെ രണ്ടും കൽപ്പിച്ചുള്ള പോക്ക ഇത്. ചിലപ്പോ എല്ലാ നാടകവും പൊളിഞ്ഞ് എന്റെ മോളെയും കൂട്ടി ഞാനിങ്ങ് തിരിച്ചു വരും. ഒരു വഴിക്കിറങ്ങുമ്പോ ഇങ്ങനൊരു മുൻവിധിയൊന്നും വെക്കാതെ ഗീതേ. ഏത് നിമിഷവും ആരാലും സംശയിക്കപ്പെടുന്ന ഒരിടത്തേക്കാണ് പോകുന്നെന്നുള്ള ചിന്ത എപ്പോഴും മനസ്സിലുണ്ടായാൽ മതി. നല്ല കരുതലോടെ നീങ്ങിയ ഒരു കുഴപ്പമില്ലാതെ 2 ദിവസം സുഖമായിട്ട് മോളോടൊപ്പം കഴിഞ്ഞിട്ട് നിനക്ക് തിരിച്ചു വരാം. എന്നെ അങ്ങോട്ട് വിളിപ്പിച്ചത് ജയമോള് തന്നെ ആയതുകൊണ്ട് എനിക്ക് വലിയ പേടിയൊന്നും തോന്നില്ലല്ലേ. അച്ഛനെ നഷ്ടപ്പെടുന്നതൊന്നും അവള് ചെയ്യില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ. അല്ലെങ്കിലും ദേവേട്ടൻ നേരിട്ട് കണ്ട മാത്രമല്ലേ നീ ഗീതയാണെന്ന് മനസ്സിലാവൂ. അല്ലാത്തവർക്ക് മണിയമ്മയുടെ കൂട്ടുകാരിയായ രമണിയല്ലേ നീ. മോളെ നേരി കാണുമ്പോ അതുവരെ കെട്ടിയ വേഷമൊക്കെ മറന്ന് അറിയാതെ എന്റെ മാതൃത്വം ഉണരാതിരുന്ന ഭാഗ്യം. ദേ ഗീതേ, നിന്റെ മോൾക്ക് പിന്നെ അവിടെ നിൽക്കേണ്ടതാ. അതിന് ദോഷം വരുത്തുന്ന യാതൊന്നും നിന്റെ ഭാഗത്തുനിന്ന് അറിയാതെ പോലും ഉണ്ടാവരുത്. ഇല്ല ലൈലേ, ഞാൻ ശ്രദ്ധിച്ചോളാം. പിന്നെ മറ്റുള്ളവരുടേതായതൊന്നും സ്വന്തമാക്കാനല്ല, സ്വന്തമായുള്ളത് നഷ്ടമാകാതിരിക്കാനേ നീ എന്തും ചെയ്യാവൂ. നിനക്കെന്താ എന്നെ വിശ്വാസമില്ലേ? ഉണ്ട്. എന്നാലും താൻ അനുഭവിക്കേണ്ട സൗഭാഗ്യം കൊണ്ട് മറ്റൊരാൾ സൂഹിക്കുന്നത് കാണുമ്പോൾ ആരുടെ മനസ്സും ഒന്ന് പെടയും. ഇല്ല ലൈലേ, എനിക്ക് കിട്ടാത്ത സൗഭാഗ്യം എന്റെ മോൾ അനുഭവിക്കുന്നുണ്ടല്ലോ, എനിക്കത് മതി. ഞാൻ അതുകൊണ്ട് തൃപ്തിപ്പെടാൻ ശീലിച്ചും തുടങ്ങി. എന്നാ ഞാനങ്ങോട്ട്. ശരി. പറഞ്ഞു എന്തോന്നാ ഇത്? ജേഡി സാറിന്റെ വീടാ. ഓ, മനസ്സിലായി മനസ്സിലായി. ജിഷ കുഞ്ഞിന്റെ അമ്മയല്ലയോ? ആ, ഇവിടെ ഉണ്ട്. നിങ്ങളാരാ? ആ ആ ആ ശരി ശരി ശരി. ആ, കൊടുക്കാം കൊടുക്കാം കൊടുക്കാം. ഓ, നിങ്ങൾക്കാ? ജിഷമോടെ രമണി ആന്റിയാ. ബസ് സ്റ്റാൻഡിൽ നിന്ന് വിളിക്കുക. ഹലോ. ആ, രമണി, വഴി പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല. ബസ് സ്റ്റാൻഡിൽ നിന്നല്ലേ? അവിടെ നിന്നൊരു ഓട്ടോ പിടിച്ച് ഇടപ്പള്ളി പള്ളിക്ക് മുമ്പിലുള്ള റോഡിലൂടെ വന്നാ മതി. JD സാറിന്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞാ എല്ലാവർക്കും അറിയാം. ശരി ശരി, ഞാനും മോളും ഗേറ്റിൽ തന്നെ ഉണ്ടാവും. ആ, ശരി. ആരാ മണി? ഞാൻ പറഞ്ഞിരുന്നില്ലേ അമ്മാമ്മേ, എന്റെ ബന്ധത്തിൽപ്പെട്ട ഒരു രമണി ചിലപ്പോ വരുമെന്ന്. അതെ. അവള് ബസ് സ്റ്റാൻഡിൽ നിന്ന് വിളിച്ചിരുന്നു. ഉടനെ ഇങ്ങെത്തും. ആണോ? ജിഷമോളെന്ന് വെച്ചാ അവക്ക് ജീവനാ. ഞാൻ പണ്ട് വിശ്വേട്ടൻ വീട് വിട്ടു പോയതിന്റെ സങ്കടത്തില് മനസ്സ് കൈവിട്ട് നിൽക്കുമ്പോ എന്റെ മോളെ നോക്കിയതും വളർത്തിയതും ഒക്കെ ഈ രമണിയാ. അവളൊരു 2 ദിവസം ഇവിടെ മോളോടൊപ്പം കഴിയുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ. ജയദേവനോടും നാദരയോടും ഞാൻ പറഞ്ഞോളാം. അതെന്നാത്തിനാ നീ അവരോട് പറയുന്നേ? നീ എന്നോട് പറഞ്ഞല്ലോ, അത് മതി. ജിഷമോളുടെ സന്തോഷത്തിന് എന്നാ വേണമെങ്കിലും ചെയ്തോളാനാ JD നാദരമോളെ എന്നോട് പറഞ്ഞിരിക്കുന്നേ.
അപ്പൊ പിന്നെ അവൾക്ക് ഇഷ്ടമുള്ള ആരെ താമസിപ്പിക്കുന്നതിലും എനിക്ക് ഒരു സമ്മതക്കുറവുമില്ല. എൽദോ, ഇതോ എന്നതാ അമ്മമ്മേ? ഒരു മുറി ഒരുക്കി വെച്ചോ. ഭക്ഷണം അടക്കമുള്ള എല്ലാ കാര്യത്തിനും നമുക്കിനി ഒരു അതിഥി കൂടിയുണ്ട്. ഓ വാ. ഞാൻ മോളെയും കൂട്ടി ഗേരിച്ചെന്ന് നിൽക്കട്ടെ അമ്മാമേ. അവൾക്ക് ഇങ്ങോട്ട് കയറി വരാൻ ഒരു പ്രയാസം വേണ്ട. ആ ചെല്ല് ചെല്ല്. വാ മോളെ. പാവങ്ങള്, കളങ്കമില്ലാത്ത സ്നേഹം എന്ന് പറഞ്ഞാൽ ഇതാ. ഉവ്വ ഉവ്വ. എന്റെ അമ്മച്ചി, അമ്മച്ചി തന്നെ ഭാവിച്ചോണ്ടാ കൂടും കൊടുക്കായിട്ട് എല്ലാവർക്കും ഇങ്ങോട്ട് കയറി വരാൻ ഇതെന്നാ സത്ര വന്നു. ഒരു കുടുംബാവുമ്പോ ഇതൊക്കെ വേണടോ. സ്നേഹം കൂടാനും സങ്കടം പറയാനും ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും അന്വേഷിച്ചെത്താനുണ്ടാവുമെന്ന് പറഞ്ഞാ അതൊരു സുഖവും സന്തോഷവും തന്നെയാ. മക്കളും മരുമക്കളും പേരക്കുട്ടികളും ഒക്കെ ഉണ്ടായിട്ടും ഒന്നിനോടൊന്നും മിണ്ടാൻ ആരുമില്ലാതെ വലിയ വീടിന്റെ മച്ചും നോക്കി കിടന്ന് മടുത്തോളാ ഞാൻ. പ്രേതാത്മാക്കളോട് സഹവസിക്കുന്ന തനിക്കിതൊന്നും പറഞ്ഞാ മനസ്സിലാവത്തില്ല. അല്ല അമ്മാമ്മ, അത് ഞാൻ താൻ ഒന്നും പറയണ്ട. വേഗം എന്താന്ന് വെച്ചാ ചെന്ന് ഒരുക്കാൻ നോക്ക്. ആ വല്യമ്മേ, ദേ ആ ഓട്ടോയിൽ അമ്മ തന്നെയാന്ന് തോന്നുന്നു. ആ ഇവിടെ ഇവിടെ. അമ്മേ, വേണ്ട, ആവേശമൊന്നും കാണിക്കണ്ട. അമ്മയല്ല, ആന്റിയാ. അവള് കാശ് കൊടുത്തിട്ടിങ് വന്നോളൂ. മോളെ, നിനക്കെന്തോ നല്ല പനിയാന്ന് പറഞ്ഞിട്ട് അത് മാറിയോ മോളെ? മാറി. അമ്മയെ കണ്ടപ്പോ ഒക്കെ മാറി. അല്ലേ വല്യമ്മേ? ഒന്ന് പതുക്കെ. ഇവക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല ഗീതേ. നിന്നെ ഇങ്ങോട്ട് വരുത്താൻ വേണ്ടി എന്നെ കൊണ്ട് ഇവള് ലൈലയെ വിളിപ്പിച്ചതാ. എന്റെ ഈശ്വര, എന്താ മോളെ ഇതൊക്കെ? ഇതൊക്കെ നിന്റെ അച്ഛൻ അറിഞ്ഞ എന്താ ഉണ്ടാവുമെന്നറിയോ നിനക്ക്? ഒന്നും ഉണ്ടാവില്ല ഗീതേ. നിങ്ങൾ അമ്മയും മോളും സ്ഥലകാല ബോധത്തോടെ പെരുമാറിയ മാത്രം മതി. നീ ഇവിടെ രമണിയാ, അത് മറക്കരുത്. ബാക്കിയൊക്കെ ഞാൻ അമ്മാമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അമ്മാമ്മയേക്കാൾ ഇപ്പൊ സൂക്ഷിക്കേണ്ടത് ആ എൽദോയാ. എന്റെ കാര്യത്തിൽ അയാൾക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. കേട്ടോ എടുത്തി ഇവള് പറയുന്നത്? എനിക്ക് പേടിയാവുക. ഗീത വന്ന് ജയദേവിന്റെ പുതിയ ജീവിതം കൂടി തകർത്തു എന്നുള്ള അപവാദം കേൾക്കാൻ എനിക്ക് വയ്യ എടുത്തി. ഈ അമ്മയുടെ ഒരു പേടി. ഇവിടെ ഒരു കുട്ടിയും അമ്മയെ സംശയിക്കില്ല. എന്താ പോരെ? അപ്പോ നീ എൽദോയെ കുറിച്ച് പറഞ്ഞതോ? അയാൾ ഒരു വട്ടൻ. അതൊന്നും നീ കാര്യാക്കണ്ട ഗീതേ. നീ വാ. ഇങ്ങത്താ അമ്മേ. എന്നാലും ഒന്ന് ശ്രദ്ധിച്ചോ അമ്മേ. അത്താഴം മുടക്കാൻ നീർക്കോലി കടിച്ചാലും മതിയല്ലോ. വാ അമ്മേ, നടക്ക്.